ഫ്രണ്ട്സ്, നമസ്കാരം. നമ്മുടെ പഴയ തറവാട്ടിലൊക്കെ ചെന്ന് കഴിഞ്ഞിട്ടുള്ളൊരു ഫീലാണ് ഞാൻ അത് ശരിക്കും ഇവിടെ കിട്ടുന്നുണ്ട് കേട്ടോ. ഞാനിപ്പോൾ ഉള്ളത് ശരിക്കും നമ്മുടെ തൊടുപുഴ ടൗണിൻ്റെ നടുക്ക് ഒരു പത്മ വില്ലേജ് എന്ന് പറഞ്ഞ ഒരു പ്രോപ്പർട്ടിയിലാട്ടോ ഉള്ളത്. ഒരു റിസോർട്ടാണ്. ടോട്ടൽ ഇവിടെ 4 റൂംസാണ് അവൈലബിൾ ആയിട്ട്. 2 ബാൽക്കണിയോടെ ഉള്ള റൂമും, അതായത് അവിടെ നിന്നുകൊണ്ട് ഇതിന് മേളിൽ കാണുന്നതാണ്. അപ്പോൾ അതിനകത്ത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ തൊടുപുഴ ടൗൺ മൊത്തം കാണാമെന്നുള്ളതാണ് അതിൻ്റെ ഹൈലൈറ്റ് കേട്ടോ. അപ്പോൾ നിങ്ങൾ വന്നിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് വിസിറ്റ് ചെയ്യുക. അവരെ കോൺടാക്ട് ചെയ്യേണ്ട നമ്പർ ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്. ഉറപ്പായിട്ടും ഇന്ന് വിസിറ്റ് ചെയ്യുക. കാണേണ്ട കാഴ്ച തന്നെയാണ്. പിന്നെ ഇവിടെ നിന്ന് കാണാമെന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ നമ്മുടെ ഒറോപ്പാറ അമ്പലമുണ്ട്. പിന്നെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഒട്ടുമിക്ക നമ്മുടെ തൊടുപുഴ ടൗണിൻ്റെ ഒരു പ്രാന്തപ്രദേശങ്ങൾ മൊത്തം ഇവിടെ നിന്ന് കാണാൻ പറ്റുന്നതാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ്. പിന്നെ ശരിക്കും പറഞ്ഞാൽ ഒരു ദിവസം അടിച്ചു പൊളിക്കാൻ വേണ്ടിയിട്ട് ഫ്രണ്ട്സായിട്ടോ ഫാമിലി ആയിട്ടോ അല്ലെങ്കിൽ ചെറിയൊരു ഈവൻറ്റ് വെക്കാനോ അല്ലെങ്കിൽ നമ്മുടെ ഒരു പാർട്ടി അങ്ങനെ എന്ത് പരിപാടിക്കും സൂട്ടായിട്ടുള്ളൊരു ഏരിയ ആണ്. ഭയങ്കര പീസ്ഫുൾ ആംബിയൻസ് ആണ്. അപ്പോൾ ഉറപ്പായിട്ട് നിങ്ങൾ വിസിറ്റ് ചെയ്യുക. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള റേറ്റും കാര്യങ്ങളൊക്കെ ഉള്ളൂ. ഓക്കെ, അപ്പോൾ മാക്സിമം വീഡിയോ എല്ലാവർക്കും ഷെയർ ചെയ്ത് നോക്കുക. നമ്മുടെ ചാനൽ ആദ്യമായിട്ടൊക്കെ ആണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഇവർ ഏറ്റവും പ്രീമിയം ആയിട്ടുള്ള റൂംസാണ് കേട്ടോ നമുക്ക് തരുന്നത്. കാരണം റൂംസ് കണ്ടാൽ നമുക്ക് മനസ്സിലാവും, ഇതാണ് മക്കളെ എൻ്റെ പൊന്നോ. ഇവിടുത്തെ ഒരു വ്യൂ കാണണമെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഇവിടെ സ്റ്റേ ചെയ്ത് നമ്മൾ രാവിലത്തെ ആ ഒരു വൈബ് ഒരു രക്ഷയില്ലാന്ന് പറഞ്ഞാൽ നമ്മൾ പോയിട്ടുള്ളവർ പറഞ്ഞു കേട്ടിട്ടുള്ളതാണ്. ആ ഒരു വൈബ് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. നിങ്ങൾ ഒരു ദിവസം ഇവിടെ നിന്ന് സ്റ്റേ ചെയ്തടിച്ചു നോക്കുക. ഇവിടുത്തെ ബാൽക്കണി വ്യൂ ആട്ടോ. ഇതിൻ്റെ മുകളിൽ കഴിഞ്ഞാൽ പിന്നെ നമുക്ക് 360 വ്യൂ കാണാം. അതാണ് ഒരു ഭയങ്കര ഒരു വൈബ് ആട്ടോ. നമുക്ക് ഞാൻ ശരിക്കും പറഞ്ഞാൽ മനസ്സിലാവില്ല. നിങ്ങൾ ജസ്റ്റ് ഒരു ദിവസം ഒന്ന് പോയി സ്റ്റേ ചെയ്ത് നോക്കുക. നമ്മുടെ ഈ നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി. ഏറ്റവും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള റൂമാണ് ഇവരെ പ്രൊവൈഡ് ചെയ്യുന്നത്. പിന്നെ ഇവിടെ സ്വിമ്മിംഗ് പൂളൊക്കെ ഉണ്ട് കേട്ടോ. നമ്മുടെ കുഞ്ഞാപ്പിയൊക്കെ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു. വെള്ളത്തിലിറങ്ങാൻ പുള്ളിക്കാരി ചെറിയ പനിയുള്ളതുകൊണ്ട് ഞങ്ങൾ ഇറങ്ങിയില്ല. ചെറുതായിട്ട് ടെൻറ്റിലൊക്കെ കിടന്ന് ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനുള്ള പരിപാടികളുണ്ട് കേട്ടോ. പത്മ വില്ലേജിലെ ഏറ്റവും വലിയ ഹൈലൈറ്റ്സ് ആട്ടോ ഈ കാണുന്ന ബന്ദിപ്പാടം. പിന്നെ അത്യാവശ്യം ഫുഡ് കഴിക്കാനുള്ള പരിപാടികൾ. ഇതുപോലെയാണ് നമ്മുടെ താഴത്തെ റൂംസൊക്കെ ഉണ്ടാവുക. 2 റൂംസാണ് താഴെയുള്ളത്. അതും പ്രീമിയം റൂംസ് തന്നെയാണ് കേട്ടോ. പഴയൊരു ട്രഡീഷണൽ ഗെറ്റപ്പിലാണ് കേട്ടോ ഈ റിസോർട്ട് പണി കഴിച്ചിരിക്കുന്നത്. നല്ല ഭംഗിയാണ്. ഇവിടെ കാണാനാണെങ്കിലും നല്ല വ്യൂസ് ആണ്. ചുറ്റും മലകളാൽ ചുറ്റപ്പെട്ട് നിൽക്കുന്ന ഒരു റിസോർട്ടാണ് കേട്ടോ ഇത്. നമ്മളുടെ തൊടുപുഴ ടൗണിന്റെ നടുക്ക് ഇത്രയും ഞാൻ പ്രതീക്ഷിച്ചില്ല. ക്ലൈമറ്റ് എന്ന് പറഞ്ഞാൽ വളരെ പീസ്ഫുൾ ആയിട്ടുള്ള ഒരു ക്ലൈമറ്റ് ആണ്. വരാത്തവർ എന്തായാലും വിസിറ്റ് ചെയ്യണം. പൂവുണ്ട്, കാണാനുണ്ട്. എല്ലാവരും വന്ന് വിസിറ്റ് ചെയ്യാൻ. നല്ല ക്ലൈമറ്റും ആണ്. മൊത്തം മലനിരകളാൽ ചുറ്റപ്പെട്ട് നിൽക്കുന്ന ഒരു വില്ലേജാണിത്. നല്ല അടിപ്പൻ ക്ലൈമറ്റ് ആണ്. നമ്മളൊരു വൈകുന്നേരമാണ് നമ്മളിവിടെ വിസിറ്റ് ചെയ്യാൻ വന്നത്. നല്ല മഴയുടെ അന്തരീക്ഷമാണ്. ചുറ്റും മലകളാൽ ചുറ്റപ്പെട്ട് നിൽക്കുന്ന ഒരു വില്ലേജാണ് കേട്ടോ ഇത്. വരാത്തവരാണെങ്കിൽ എന്തായാലും വന്ന് വിസിറ്റ് ചെയ്യുക. ഇപ്പൊ നല്ല ഭംഗിയായിട്ട് ജമന്തിപ്പൂ പൂത്തു നിൽക്കുന്ന സമയമാണ്. ഒരു സ്റ്റേ ഒക്കെ ആഗ്രഹിക്കുന്നവർക്ക് വാഗമൺ പോലെ തന്നെ നമുക്ക് കാണാൻ പറ്റാവുന്ന ഒരു സ്ഥലമാണ് കേട്ടോ ഈ പത്മ വില്ലേജ്. ഇവിടെ നല്ല റൂമും നല്ല സൗകര്യങ്ങളൊക്കെയാണ്. ബന്ദിപ്പൂവൊക്കെ പൂത്ത് നല്ലൊരു ക്ലൈമറ്റ് ആണ് സത്യം പറഞ്ഞാൽ. നമ്മുടെ തൊടുപുഴ ടൗണിന്റെ തൊട്ട് ചേർന്ന് ഒരു ഒറോപ്പാറ അമ്പലത്തിനെ കൂടെ ആ ഒരു മലനിരപ്പിലുള്ള ഒരു കാഴ്ചകളാണ്. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് തൊടുപുഴ ടൗൺ ഉൾപ്പെടെ കോട്ടയം സൈഡ് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നമ്മുടെ മുട്ടംപാല ആ ഒരു ഭാഗത്തൊക്കെ കാണാൻ പറ്റുന്ന ഒരു ഏരിയ ഉണ്ടോ. ഈവനിങ് ആണ് ഇപ്പോൾ എത്തിയത്. നല്ല അടിപൊളി സൺസെറ്റ് കൂടി നമുക്ക് കണ്ടുപോകാൻ പറ്റും. അപ്പോൾ ആ ഒരു കാഴ്ചകൾ നമ്മൾ കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾ വന്നിട്ടില്ല ഉറപ്പായിട്ടും ഒന്ന് വിസിറ്റ് ചെയ്യാം കേട്ടോ. കാരണം വെച്ചാൽ ഇങ്ങോട്ടേക്ക് ഒരു എൻട്രൻസ് ഫീസ് കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ നല്ല അടിപൊളി. ഇവിടേക്ക് വരുന്നവർ ഒരു കാരണവശാലും പാറയുടെ എൻഡിലേക്കൊന്നും പോകരുത്. പിന്നെ ദൃശ്യം 2 ഷൂട്ട് ചെയ്ത ലൊക്കേഷൻ ഇവിടുന്ന് തൊട്ടടുത്ത് തന്നെയാണ്. ട്രക്ക് ചെയ്ത് പോകാൻ താല്പര്യമുള്ളവർക്ക് അതിനോട്ട് പോകാനുള്ള പരിപാടികളുണ്ട്. ഇത്
ഒരുപാട് ആൾക്കാർ വ്യൂ ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് വരുന്ന കേട്ടോ. ഈ ഒരു കാഴ്ചകൾ കാണാൻ വേണ്ടി നമ്മുടെ പത്മ വില്ലേജിൻ്റെ അടുത്തേക്ക് വരുന്ന ഒരുപാട് സഞ്ചാരികളും ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ജസ്റ്റ് ഇവിടേക്ക് വന്ന് എൻജോയ് ചെയ്യണമെങ്കിലും വരിക, എൻജോയ് ചെയ്യുക. മാക്സിമം എൻഡിലേക്കൊന്നും പോകാണ്ടിരിക്കാൻ നോക്കണം കേട്ടോ. നമ്മുടെ കോട്ടപ്പാറയിലുള്ള പോലത്തെ സെയിം വ്യൂ ഇവിടെ കിട്ടുമായിരിക്കും. ഇതേ മഞ്ഞൊക്കെ ഒരുപാട് വരുന്നുണ്ട്. അപ്പോൾ അതിനൊന്നും കൂടി പറയുകയാണ്, നിങ്ങൾ സുരക്ഷ എപ്പോഴും നിങ്ങൾ നോക്കണം കേട്ടോ. അത് ഈ രാത്രി വില്ലേജിൻ്റെ കാഴ്ചകളാണ് കാണുന്നത്. അടിപൊളി വ്യൂ ആണ്, ഒരു രക്ഷയില്ല. അപ്പോൾ എന്തായാലും നിങ്ങൾ ഉറപ്പായിട്ട് ഒരു ദിവസം ഇവിടെ ഒന്ന് സ്റ്റേ അടിച്ച് നോക്കണം കേട്ടോ. ഓക്കെ, അപ്പോൾ പുതിയ വീഡിയോ കാണാം. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മാക്സിമം എല്ലാവരും ഷെയർ ചെയ്തെത്തിക്കുക. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെയും ബൈ.